എക്സ്ട്രാ ഒന്നുമില്ല, ഞാൻ പറയാം എക്സ്ട്രാ എന്നാണ് പറഞ്ഞത്. ഞാൻ ആരോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ മഞ്ജിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഇന്ന് കേക്ക് കട്ട് ചെയ്യും, എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമെന്നൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്യും, ഹായ് സർപ്രൈസ് ആയി എന്നുള്ളത്. അജിലും മെട്ടൂനും ഫാദറിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് വരും. ആരോപണം അപർണ വരുന്നുണ്ട്. അവർ എവിടെ നിന്നോ വരും. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഞാനിന്ന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാണ് പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റും. തന്നെ നല്ല മഴയാണ് ഗൈസ്. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നനഞ്ഞു പോകേണ്ടി വരുമായിരിക്കും ഞങ്ങൾക്ക് ഗൈസ്. അപ്പോൾ മഞ്ജിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. കാരണം മഴ, 250 റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടി പോയി. ഇത് എൻ്റെ ബർത്ത്ഡേ ആയതല്ലേ അല്ല ഗൈസ്, ഇതുപോലൊരു ദിവസം നമ്മളിന്ന് ഏട്ടായി വയലറ്റ്, ഞാൻ പച്ച, മഞ്ജിമ വൈറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കവറാണല്ലേ അത്. കാണിക്കും, റിവീൽ ചെയ്യാൻ. ഗൈസ്, മഞ്ജിമ ഫേമസ് ആണെന്നാണ് ആ ചേട്ടൻ വിചാരിച്ചേക്കുന്നത്. വഴി മാറുന്നില്ല. മഞ്ജിൻ്റെ അടുത്ത് ഞാൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞത് റിട്ടേൺ ആയി, ഈ ടോപ്പിന് കിട്ടില്ല എന്താ പറയുക. സർപ്രൈസ് ആയില്ലേ? അതെ. മഞ്ജു പറയല്ലേ, ഞാൻ ഈ ഗിഫ്റ്റ് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ അതേ ഇടോളായിരുന്നു എന്ന്. കാരണം എനിക്ക് വേറെ ഡ്രസ്സില്ല. മഞ്ജിമ ഫോട്ടോ എടുക്കാൻ വന്നത് മഴ. തിരിച്ചു പോകുന്നു ഞങ്ങള്. ആരുടെയും ബർത്ത്ഡേ ഇങ്ങനെ ആവരുത് എന്ന് എനിക്ക് പറയാം. നെറ്റിയൊക്കെ ഇപ്പൊ കുറച്ച് കാണാം കേട്ടോ. മുമ്പും കാണാറുണ്ട്, കുറച്ച് അത് മഴ തിരി ആ ഗൈസ് കണ്ട കുറവുണ്ട്. നമുക്ക് ഇങ്ങനെ മനസ്സിലാവുള്ളൂ, ഫ്രണ്ട് ആയിട്ട് മനസ്സിലാവില്ല. ബാക്കിൽ മുടി ഉള്ള സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. മഞ്ജ് ആദ്യമേ വന്ന് ഇങ്ങനെ കേക്ക് കിട്ടേണ്ട റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? കാണിക്കും അല്ല, സർപ്രൈസ് ആവണേ. കുറച്ച് നേരം അങ്ങോട്ട് മാറിയിരിക്കണം. സർപ്രൈസ് ആയോണ്ടും എല്ലാവരും അഭിനയിക്കും വരുമ്പോ. അല്ലെ, നിരഞ്ജൻ കട്ട അഭിനയമായിരുന്നു അല്ലേ? അങ്ങനെയാണ്. അജിൽ അഭിനയിക്കും, ഞാൻ അഭിനയിക്കില്ല. ഫാദിന്റെ ഫ്രണ്ടല്ലാണ്. നമുക്കിപ്പോ ശീലമായി എന്താണ് എല്ലാരും പ്ലാൻ ചെയ്യണെന്നൊക്കെ അറിയാം. എവിടെ പോണെന്ന് മാത്രം അറിയൂലേ? എവിടെ പോണം അറിയില്ലായിരിക്കും. അങ്ങനെയൊക്കെ അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കുക. കേക്കൊക്കെ പിന്നെ കിട്ടിയ അല്ലേ? കേക്ക് കിട്ടി കാണൂലായിരിക്കും. ഫുഡ് കഴിച്ചാൽ പോരാത്. എനിക്ക് വിശക്കണം. നല്ല കുട്ടി. അങ്ങനെ റൈഡർ മിട്ടു എത്തി. ഹായ്. ഇതും നിങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് നിരഞ്ജൻ എന്താണ് പറഞ്ഞത്? 200 രൂപ എക്സ്ട്രാ ഒന്നുമില്ല, ഞാൻ പറയാം എക്സ്ട്രാ എന്നാണ് പറഞ്ഞത്. ഇല്ല എടാ കള്ളോ, ഞാൻ ഈ ആക്ഷൻ ഫോളോ ചെയ്യുന്നത്. പാന്റ് ഇട്ടിട്ടില്ല മഞ്ജിമ. എന്താണ് ഗേൾ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ഫാമിലി, മോഡേൺ ഫാമിലിയാണ്. അതുകൊണ്ട് എക്സ്ട്രാ പൈസ ഇട്ട് ഇങ്ങനെ ഒരു നിമിഷത്തിലാണ് മഞ്ജു അറിയില്ലേ, മഴയ്ക്ക് ഇഷ്ടമാണെന്ന് അവളെ. കൊടുങ്കാറ്റോ ഞങ്ങള് നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോണം. ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണം, മനസ്സിലായോ? എനിക്ക് ചെയ്യണം, ഞാൻ പറയുന്ന പോലെ കേൾക്കണം. ബാക്കിയാ തീർന്നു. ഗൈസ്, അങ്ങനെ അപർണയും ആരോമിലും എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ എക്സ്ട്രാ 200 ഇട്ടു.
ഡയറക്ടർ തന്നെ നീ. അജിനെല്ലാം എഡിറ്റ് ചെയ്ത് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. അജിന് വന്നിരിക്കുന്നത് പറയും അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാക്കണേ ഉള്ളൂ, ബാക്കി ഞാൻ ചെയ്യും. കേക്ക് കൊണ്ടാരോമിൽ അവരെ തള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല അത് മഞ്ജു കുഴപ്പമില്ല അത് പറയാം. ഇല്ല, എന്റെ പേരുണ്ട്. പേരുള്ളതുകൊണ്ട് ഹാപ്പിയാണോ? അയ്യോ അവനാണ്, ഞാൻ നനഞ്ഞില്ല, ഞാൻ ഫുൾ നനഞ്ഞില്ല. നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ, ആളിരുന്നാൽ വെയിൽ കായ് വരണ്ടേ. അതറിഞ്ഞൂടെ അവിടെ ഞെട്ടുന്നടാ. യൂട്യൂബിൽ വരുന്നില്ലേ ഇതൊക്കെ? എഴുതാൻ പറ്റൂടാ. ഞാൻ ആരോ കേട്ടാ. മഴയും പോയി എല്ലാം പോയി. അങ്ങനെ മഞ്ജിമ നമ്മുടെ ഭൂമിയിൽ ജനിച്ചു. ഫുഡൊക്കെ കഴിച്ച് മഴ നനഞ്ഞ് ലുലു വന്നിരിക്കുകയാണ്. വീണ്ടും ലുലു എത്തി. ആരോമല് ശരിപ്പിക്കും. ഗൈസ്, ആരോമലും അപ്പറിനെ ആദ്യമായിട്ട് എന്റെ വ്ളോഗിൽ വരും. ഹായ് പറ. എന്ത് തോന്നുന്നു എന്റെ വ്ളോഗിൽ? വരണ്ടാന്ന് തോന്നണ. ഓക്കോടായി. അപ്പൊ നമ്മളിനി ഗെയിം കളിക്കാൻ പോവാണ്. അപ്പൊ എന്ത് ഗെയിം കളിക്കണം ഗൈസ്? അജിനും നിരഞ്ജനും പ്ലാൻ ഡ്രോ ബാറ്റിൽ. ഡ്രോ ബാറ്റിലുള്ള ഹലോ ഗൈസ്, കുറച്ച് ഷോപ്പിങ്ങിന് കയറി. ഇത് നമ്മുടെ ആരോമലിന്റെ ബൈ വൺ ഗെറ്റ് ഒന്നുകൂടെ ഫ്രീ. ഞാൻ ആരോ കേട്ടാ. ഇപ്പൊ എല്ലാ പരിപാടിയും തരുന്നു. അപ്പൊ ആദ്യം തനി സ്വഭാവം ഇറങ്ങി തന്നു. 50 രൂപ എന്റെ ബ്ലോഗിൽ അറിയാം. 10 രൂപ 10 രൂപ. ഓക്കേടാ, ലെഫ്റ്റ് ഓവേഴ്സ് മതിയോ തിന്നിട്ട്? മതി ബൈ.